ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മുടെ കോഴികളുടെ അപ്ഡേറ്റ്സ് ആണ്. കോഴികളുടെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായിരുന്നു. കോഴികളുടെ അപ്ഡേറ്റ്സ് ഇപ്പം ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളെ അറിയിക്കാൻ. അപ്പോൾ ഈ കോഴികളുടെ വീഡിയോ ഒത്തിരി നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമാണ്, അപ്പോൾ എങ്ങനെ കോഴികളെ വേനൽക്കാലത്ത് പരിചരിക്കണമെന്നൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയുന്നത് നമ്മുടെ BB380 കോഴികളെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് കുറേ വർഷങ്ങളായിട്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഓരോന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് ഇത് തന്നെയാണ്. നമ്മുടെ കോഴികൾ ഇപ്പം ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 2 സെറ്റ് കോഴികളായിരുന്നു എൻ്റെ കൂട്ടിലുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോഴികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അവരുടെ, അതുകൊണ്ടാണ് ഞാൻ ഒരു വശത്ത് നിൽക്കുന്നത്. കോഴികളെ കാണിച്ചു തരാം. പഴയ വീഡിയോസൊക്കെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട് കോഴികൾ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് അതിൻ്റെ ഒപ്പം എത്തുന്നില്ല എന്ന് തോന്നി. കോഴികളെ കാണിച്ചു തരാം. 2 സെറ്റ് കോഴികളാണ് എൻ്റെ കൂട്ടിലുള്ളത്. എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ 2 ആയിട്ടാണ് വളർത്തുന്നത്. അതായത് ഒരു സെറ്റ് കഴിയുമ്പോൾ അടുത്ത സെറ്റിൻ്റെ മുട്ട കിട്ടണം എന്നതാണ് എൻ്റെ ലക്ഷ്യം. BB380 കോഴികളായിരുന്നു. അപ്പം ഇതിനകത്തെ 2 സെറ്റും ഏതാണ്ട് പ്രായമായിട്ടുണ്ട്. ഒരു സെറ്റ് മുട്ടയിട്ട് തീരാറായി. അപ്പം എങ്ങനെയാണ് എൻ്റെ അനുഭവം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കോഴികളെ ഞാൻ വളർത്തിയപ്പം എനിക്കുണ്ടായ അനുഭവം, ഇത് ലാഭമോ നഷ്ടമോ? ഞാൻ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ലാഭമാണ്, നഷ്ടമല്ല എന്ന്. ലാഭം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുകൊണ്ടല്ലേ ഇപ്പോൾ ജീവിക്കാൻ പോവല്ലേ, അതിനുള്ളത് കിട്ടും. ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഒരു കോഴിയെ കുറച്ചെണ്ണത്തിനെ വളർത്തിക്കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വലിയ ഫാം ആയിരിക്കണം. എൻ്റെ ഒരു കൊച്ചു കോഴിക്കൂടാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ആ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം, നമുക്ക് മുട്ടയുടെ ആവശ്യം നടക്കും. അതുപോലെ തന്നെ മുട്ടക്കോഴിയാകുമ്പോൾ ഇവർക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കണം. അതിനുള്ള പൈസയും കിട്ടിയിട്ടൊരു കുറച്ച് മിച്ചം കിട്ടും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കോഴികളെ കൊണ്ടൊരു 10, 25, 50 കോഴിയെ വളർത്തുകൊണ്ട് നമുക്കൊരു കുടുംബം നോക്കാമെന്നോ സേവ് ചെയ്യാമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവര് എങ്ങനെ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് മാത്രമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് കോഴികളുടെ രണ്ട് സെറ്റ് കോഴികളുടെ അപ്ഡേറ്റ്സ് കാണാം. ഒരു സെറ്റ് കോഴികൾ മുട്ടയിട്ടൊക്കെ തീരാറായി. അവരെ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്, വിറ്റുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇറച്ചിയുടെ ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഇറച്ചിക്ക് ഉപയോഗിക്കേണ്ടത് ഏത് സമയത്താണ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 സെറ്റ് കോഴികളെ കാണാം. ഞാൻ കോഴികളുടെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി കേട്ടോ. അത്രയും സമയം കൊണ്ട് എൻ്റെ കോഴിപ്പെണ്ണങ്ങളെല്ലാം ഇതാ വളർന്ന് വലിയ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ പോലെ ആയിട്ടുണ്ട്. പൂവൊക്കെ വളർന്ന് വലുതായി. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കോഴികളുണ്ടല്ലോ, ഈ കോഴികൾക്ക് ഇപ്പം 1.5 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട് കേട്ടോ. ഒരു 1.25 വയസ്സെന്നൊക്കെ പറയാം. ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരു 1.25 വർഷമൊക്കെ ആയിട്ടുണ്ട്. 1.5 വയസ്സിൻ്റെ തൊട്ട് മുകളിൽ പ്രായം, അതായത് ഒരു 17 മാസം എന്നൊക്കെ പറയാം. അത്രയും പ്രായമുണ്ട് ഇതിന്, 17-18 മാസം. അപ്പോൾ ഇവരിപ്പം മുട്ടയിട്ട് തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെ മുട്ടയിട്ട് തീരാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവർ BB380 കോഴികളാണ്. ഇപ്പോൾ ഈ കൂട്ടിൽ 11 കോഴികളാണുള്ളത് കേട്ടോ. 12 ഉണ്ടായിരുന്നു, അതിലൊന്ന് എന്തോ പറ്റിയൊന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നു. 11 കോഴികൾ ഇപ്പോൾ ഇവർ കൂട്ടിലുണ്ട്. ഇപ്പുറത്ത് കാണുന്നത് കുറച്ചുകൂടെ മൂത്ത അമ്മച്ചിക്കോഴികളാണ്. ഇവർക്കിപ്പോൾ 2 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ട്. ഇവരുടെ മുട്ടയിടിയിൽ മാക്സിമം എത്തി തീർന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയാറുണ്ടായിരുന്നു, BB380 കോഴികൾ ഒരു വർഷം 1.5 വർഷം വരെ, ഒരു വർഷം നന്നായിട്ട് മുട്ടയിട്ട് തരും. ഒരു വർഷം തൊട്ട് 1.5 വർഷം വരെ ആകുമ്പോഴേക്കും മുട്ടയുടെ എണ്ണം കുറയും. 1.5 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ഈ കോഴികളെ തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും കേട്ടോ. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കൂട്ടിൽ 5-6 കോഴികളേ ഉള്ളൂ ഈ ഒരു വശത്ത്. ഇതെൻ്റെ ഒരു കൂടാണ്. എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. എൻ്റെ കോഴിക്കൂടിൻ്റെ പ്രത്യേകതയൊക്കെ കാണിച്ചിട്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയേണ്ട ആ വീഡിയോയിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കിയാൽ മതി. പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഈ കോഴികളെ കുഞ്ഞിലേ തൊട്ട് കാണിക്കുന്നുണ്ട്. ഈ 11 കോഴികളെ കൊണ്ടുവന്നിട്ടപ്പോൾ തൊട്ട് അവരുടെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മുട്ടയിടുന്നിടം വരെ, മുട്ടയിട്ട് കഴിഞ്ഞും വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇവർ പ്രായമായപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നുമുള്ള സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എനിക്കിപ്പോൾ ഈ കോഴിക്കൂട്ടിലെ കോഴികളെ ഒന്ന് മാറാറായിട്ടുണ്ട്. ഈ 2 കള്ളിയാണ് എൻ്റെ കൂടിന് കേട്ടോ. മൊത്തം 25 കോഴികളെ ഇടാവുന്ന പോലെയാണ്. അപ്പോൾ ഈ കള്ളികളിലെ കോഴികൾ 5-6 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഞങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ കോഴിക്കൂടിൻ്റെ അടിയിൽ ട്രേ സിസ്റ്റമാണ്, നമുക്ക് കഴുകിയെടുക്കാവുന്ന. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഇതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴികളുടെ ഭക്ഷണ രീതി, കോഴികൾക്ക് കൊടുക്കേണ്ട വിറ്റാമിനുകൾ നിങ്ങൾ നോക്കിക്കേ. എൻ്റെ ഈ കോഴികൾക്ക് ഇത് കണ്ടോ, 2 വയസ്സ് കഴിഞ്ഞ കോഴികളാണ്. അവർക്ക് നന്നായിട്ട് പപ്പുണ്ട്. ഈ 5-6 കോഴി നിൽക്കുന്നിടത്ത് നന്നായിട്ട് പപ്പുണ്ട്. ഇത് അവർക്ക് കൊടുക്കുന്ന വിറ്റാമിനിൻ്റെയും കെയറിൻ്റെയും പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കെയറിങ് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചാനലിൽ കയറി നോക്കി നിങ്ങൾ കാണുക കേട്ടോ.
എല്ലാവരും എൻ്റെ ചില വീഡിയോസ് നന്നായിട്ട് കണ്ട് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി കമൻറ്റ് ഇടാറുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ആദ്യം തന്നെ നന്ദി പറയുന്നതായിരുന്നു, ഇനി ഞാൻ വിട്ടുപോയതാണ്. അപ്പം ഇപ്പോൾ എൻ്റെ കോഴിക്കോടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതേ പുറകുവശത്താണ് ഇപ്പം മുട്ട ഇട്ടിട്ടിരിക്കുന്നത്. കണ്ടോ, മുട്ട ഇട്ടിട്ടുണ്ട്. കൂടുതലും ഈ ചെറിയ കോഴികളാണ് മുട്ട ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കോഴികൾ 5-6 കോഴികളുടെ മുട്ട ഇടുന്ന ഘട്ടമെല്ലാം കഴിഞ്ഞു. അപ്പോൾ 5-6 പേരും കൂടെ ചില ദിവസം 2 മുട്ട ഒക്കെ, അങ്ങനെയൊക്കെ 3 മുട്ട അങ്ങനെയൊക്കെ ഇടുന്നുള്ളൂ. ഇപ്പം പുറവശത്ത് മുട്ട ഇടാൻ കാരണം ചൂട് കാലമാണല്ലോ. അപ്പം നേരത്തെയൊക്കെ വീഡിയോയിൽ കാണാൻ അവർ ഈ മുൻവശത്തായിരുന്നു മുട്ട ഇട്ട് വെക്കുന്നത്. മുൻവശത്ത് മുട്ട ഇടാനിരിക്കുമ്പോൾ അവർക്ക് ചൂടായതുകൊണ്ട് അവരെ പുറവശത്ത് തണൽ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അവിടെ മുട്ട ഇട്ട് കിടക്കുന്നത്, അവിടെയാണ് മുട്ട ഇടുന്നത്. ഇപ്പോൾ ഈ 11 പേരും എനിക്ക് 8, 9, 10 അങ്ങനെ 11 മുട്ടയും കിട്ടാറില്ല, 10 മുട്ട വരെ കിട്ടാറുണ്ട്. മിക്കവാറും 8, 9, 10 ലെവലിലാണ് മുട്ട ഇടുന്നത്. പക്ഷേ ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ, ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് വീണ്ടും താഴേക്ക് വരും. അപ്പോഴേക്കും ഒരു 6, 7, 8 അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കോഴികൾ നഷ്ടമാണ്. ഞാൻ ഈ കോഴികൾ എപ്പോഴും ലാഭമാണെന്നല്ല പറയുന്നത്. ആ മുട്ട ഇടുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ലാഭമാണ്. നഷ്ടം വരാൻ തുടങ്ങുകയെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ കോഴികളെ ഇറച്ചിക്ക് വിൽക്കണം. ഒരു 1.5 വയസ്സ് 2 വയസ്സിനിടയ്ക്ക് കോഴികൾക്ക് നല്ല തൂക്കമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കോഴികൾക്ക് ഇപ്പം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 3-3.5 കിലോ തൂക്കമുണ്ട്. ഈ 11 കോഴികൾക്കും അവർക്ക് നല്ല തൂക്കമുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട അങ്ങ് കുറഞ്ഞു എന്ന് ഒരു പകുതിയുടെ താഴേക്ക് മുട്ട വരാൻ നമ്മൾ നിൽക്കേണ്ട. അതിന് മുമ്പ് തന്നെ പകുതിയുടെ താഴെയെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ 10 കോഴിയുണ്ട്, 5 മുട്ടയുടെ താഴേക്ക് വരാൻ നിൽക്കരുത്. 5-6 മുട്ടയൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ കോഴിയുടെ മുട്ടയിടലിൻ്റെ ഒരു ഘട്ടം കുറയുന്ന ഘട്ടം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ കോഴികളെ ഇറച്ചിക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല തൂക്കത്തോടെ നമുക്ക് ഇവരെ വിൽക്കാൻ പറ്റും. നമ്മുടെ ഈ BB380 ഇനത്തിന് നമ്മൾ തീറ്റ കൂടുതൽ മേടിച്ച് കൊടുക്കാനുള്ള കൈത്തീറ്റ നമ്മളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് മുട്ടയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടമാകുക തന്നെ ചെയ്യും. മുട്ട നന്നായിട്ട് വിറ്റെങ്കിൽ മാത്രമേ നമുക്ക് തീറ്റ കൊടുത്ത് ലാഭകരമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടവരുടെയൊക്കെ അനുഭവം ഇതായിരിക്കാം, മുട്ട കിട്ടുന്നില്ലായിരിക്കും, അപ്പോൾ തീറ്റ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം കമൻറ്റ് ഇടുന്നത്. പക്ഷേ എൻ്റെ കോഴിയുടെ കെയറിങ്ങും നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോസ് നോക്കിക്കോളൂ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ വീഡിയോയിലും ഞാനിത് തന്നെയാണ് പറയുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഇറച്ചിക്ക് വിൽക്കുന്ന കാര്യം പറഞ്ഞുവല്ലോ. അപ്പം 2 വയസ്സിന് താഴെ തന്നെ, കോഴിക്ക് 2 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇറച്ചിക്ക് വിൽക്കണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ ബാച്ചിൽ അപ്പുറത്ത് കിടക്കുന്ന 5-6 കോഴികളെ എനിക്ക് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ചാച്ചൻ്റെ രോഗാവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിനെ ഒന്നും വിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് അതിനെ ഇറച്ചിക്ക് എടുക്കാനും പറ്റിയ അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ കുറച്ച് പ്രായം മുന്നോട്ട് കയറിപ്പോയി അവർക്ക് കേട്ടോ. അവർക്കൊരു 2.25 വയസ്സ്, 2 വയസ്സിന് 2.25 വയസ്സൊക്കെ ആയി. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു 2 വയസ്സ് കഴിഞ്ഞാൽ ഈ കോഴികളുടെ വെയിറ്റ് തന്നെ കുറഞ്ഞു പോകും. പിന്നെ ആ കോഴികൾക്ക് പപ്പ് മാത്രമേ ഉള്ളൂ, കാണാനുള്ള നല്ല ഭംഗിയുള്ളത്. കണ്ടോ, ഈ കോഴികളെ കാണുമ്പോൾ നല്ല സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ പപ്പിൻ്റെ ഭംഗി മാത്രമേ ഉള്ളൂ. കണ്ടോ, അവരുടെ ആ തലയിലെ പൂവൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വന്നത് ആ പ്രായമായതിൻ്റെ ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പം ഒട്ടും തൂക്കമില്ല, ഇറച്ചി തീരെ തൂക്കമില്ല, കാണാനുള്ളൊരു ഭംഗി മാത്രമേ ഉള്ളൂ. അപ്പം ഈ BB380 കോഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമശ്രീ, ഗ്രാമപ്രിയ ഒക്കെ ആണെങ്കിൽ ഒരു 3 വയസ്സൊക്കെ വരെ ഇങ്ങനെ നന്നായിട്ട് വെയിറ്റോടെ ഇരിക്കും. ഇവർ 2 വയസ്സിനുള്ളിൽ തന്നെ നമ്മൾ കോഴിക്ക് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് നമ്മൾ ഇറച്ചിക്കായി മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ നഷ്ടമായി തന്നെ പോകും, മുട്ട ഉണ്ടാവില്ല, ഇറച്ചി ഉണ്ടാവില്ല. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ഈ 11 കോഴികൾ ഇപ്പം ഏതാണ്ട് മുട്ടയിട്ട് ഞാൻ പറഞ്ഞല്ലോ, തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒരു 2-3 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഞാനിവരെ ഇറച്ചിക്കായിട്ട് മാറ്റാൻ തുടങ്ങും. അപ്പം നമുക്ക് ലാഭകരമായിട്ട് തന്നെ ഇവരെ ഉപയോഗിക്കാൻ പറ്റും. നല്ല വെയിറ്റ് ഉണ്ട് ഇവർക്ക്. അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 വയസ്സിനകം നമ്മളിവരെ തീർത്തില്ല, വിറ്റിട്ടില്ല ഒന്നുമില്ല എങ്കിൽ ഈ കോഴികൾ ഈ കൂട്ടിൽ നിന്ന് തന്നെ ഓരോന്നായിട്ട് ചത്തു വീഴും. ഒരു രോഗം ഉണ്ടാവില്ല, ചത്തുപോകും. അതിൻ്റെ കാരണം ഇവർക്ക് മുട്ടയിടാൻ പറ്റാത്തതാണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഈ കോഴിയെ കറിക്ക് വേണ്ടി എടുത്തപ്പം കണ്ടതാണ്, മുട്ട തോടുറച്ചിട്ട് കോഴിക്ക് മുട്ട ഇടാൻ പറ്റാതെ മുട്ട കുടലിൽ തങ്ങി നിൽക്കുകയാണ്. തോടുറച്ച മുട്ടയാണ്. ആ മുട്ട ഇടാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഈ കോഴി ചത്തുപോകും. അത് ഈ കോഴികളുടെ പ്രത്യേകതയാണ് കേട്ടോ. കുറേ മുട്ട ഇടുന്നുണ്ട് ഇവർ. ആദ്യമൊക്കെ ഒരു വർഷത്തേക്ക് ഡെയിലി ഒരു മുട്ട എന്ന രീതിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുട്ടക്കുടലിൻ്റെ ശേഷി എല്ലാം പോകും. പിന്നെ നെയ്യ് വെക്കും, ഒരു ഘട്ടത്തിൽ നെയ്യ് വെക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നെയ്യ് കുറഞ്ഞ് ഇവർ മെലിയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ സമയത്ത് മുട്ടയിടാൻ പറ്റാതെ വന്ന് ഇവർ വിമിഷ്ടപ്പെട്ട് ചത്തുപോകും. അങ്ങനത്തെ എല്ലാ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ജെനുവിനായിട്ട് പറയുകയാണ്, BB380 നമുക്ക് യാതൊരു നഷ്ടവും ഇല്ല. നമ്മളതിനെ കറക്റ്റ് സമയത്ത് കൈകാര്യം ചെയ്യണം. ഇവർ 4-ാം മാസത്തിൽ മുട്ടയിട്ട് തുടങ്ങിയ കോഴികളാണ് എനിക്ക്. അപ്പം 4-ാം മാസത്തിൽ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കോഴിക്കൊരു 1.5 വയസ്സ് ആകുന്നിടം വരെ, അത് ഒരു വയസ്സ് വരെ, ഒരു വർഷം വരെ നന്നായിട്ട് മുട്ടയിട്ട് തരും. അതിനുശേഷം കോഴിക്ക് ഒരു 2 വയസ്സാകുമ്പോഴേക്കും കോഴി മുട്ടയിട്ടിട്ട് ഒരു 1.5 വർഷമായി തുടങ്ങും. അപ്പോഴേക്കും മുട്ട കുറയും. അപ്പം നമ്മൾ അതിനെ തക്ക സമയത്ത് തന്നെ ഇറച്ചിക്കായിട്ട് മാറ്റുക. അപ്പം നമുക്ക് ഒട്ടും നഷ്ടം വരുന്നില്ല. നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നമുക്കറിയാം നല്ല വിലയാണ്. പിന്നെ ഈ നഷ്ടം എന്ന് പറയുന്നവർക്ക് കോഴിയുടെ കെയറിങ് ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാണ് നഷ്ടം വരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് എൻ്റെ കോഴിക്കൂട്ടിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ഇപ്പോഴത്തെ. ഇപ്പോൾ ഒരു സെറ്റ് കോഴികളെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ അടുത്ത കുഞ്ഞുങ്ങളെ അവിടേക്ക് മാറ്റും. ഏത് കുഞ്ഞുങ്ങളെയാണ് ഇനി വളർത്തേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ BB380 വളർത്തിയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ തീറ്റയൊക്കെ കൂടുതൽ നമ്മൾ വീട്ടിലെ തീറ്റകളൊക്കെ കൊടുത്ത് വേസ്റ്റുകളൊക്കെ കൊടുത്ത് വളർത്തണമെങ്കിൽ ഗ്രാമശ്രീ ഗ്രാമപ്രിയ ഒക്കെയാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ ഇപ്പം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഏത് സെറ്റ് കുഞ്ഞിനെ ഇടേണ്ടതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ പുതിയ കുഞ്ഞിൻ്റേതായിരിക്കും കേട്ടോ. പുതിയ കുഞ്ഞിനെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ പറയാം ഞാൻ ഏത് കുഞ്ഞിനെയാണ് വാങ്ങുന്നത്, എവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. അതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് ഫാമിൽ നിന്നാണ് ഈ കോഴിയെ കിട്ടുന്നത്. അപ്പം ഞാൻ വാങ്ങുന്ന ഫാമിൻ്റെ പേരും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ BB380 കോഴികളെ നമ്മൾ വളർത്തിയാൽ കറക്റ്റ് പരിചരണം കൊടുത്താൽ ഒരിക്കലും നഷ്ടം വന്നു പോകത്തില്ല. നമ്മൾ മുടക്കിയ മുതലും നമ്മുടെ ആവശ്യവും കഴിഞ്ഞ് മിച്ചം കിട്ടത്തേ ഉള്ളൂ. ഇത്രയുള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ കുഞ്ഞുങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കാം. ബൈ ബൈ.